ദൈവം ആരോഗ്യം എത്ര വരെ തരുന്നുണ്ടോ അവിടെ വരെ ഞാൻ അധ്വാനിച്ച് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. നമ്മളിവിടെ താമസിച്ചിരുന്ന അവസരത്തിൽ നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ഛൻ ബെഡിൻ്റെ പുറത്ത് മെറ്റിൽ നിരത്തി അതിൻ്റെ പുറത്തൊരു പുൽപ്പാ വിരിച്ചാണ് കിടന്നത്. അത്രമാത്രം അച്ഛൻ ഈ പറമ്പിൽ ഓരോ സമയം പണി ചെയ്യുമ്പോഴും അച്ഛൻ്റെ വിശ്രമ സമയം അച്ഛൻ ചെലവഴിക്കുന്ന ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. ഇന്നിപ്പോൾ ഈ കാണുന്ന പ്രദേശം ഈ രീതിയിലാക്കിയെടുക്കുവാൻ എൺപതാം വയസ്സിലും കൃഷിയിടത്തിൽ സജീവമായി അധ്വാനിച്ച് മണ്ണിൽ പൊന്നുവിളയിക്കുകയാണ് കണ്ണൂർ രൂപതാ വൈദികനായ ഫാദർ ഗ്രേഷ്യൻ ലോബോ. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാറക്കെട്ടുകൾ ഉപ്പ് വിതറി പൊട്ടിച്ച് മണ്ണിറക്കി കൃഷിയിറക്കിയതിന്റെ വിജയകഥകൾ പറയാനുണ്ടച്ഛന്. ആശ്രമത്തിലെ അന്തേവാസികളുടെ ഭക്ഷണത്തിനായാണ് അച്ഛന്റെ അധ്വാനമൊക്കെയും. ഞാനൊരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് മംഗലാപുരത്തിൽ നിന്ന് ഇവിടെ കേരളത്തിലേക്ക് വരികയും ഇവിടെ പിതാവ് എനിക്കൊരു ഇടവക തന്നു. അത് തയ്യലാണ്. അവിടെ ഒരു വർഷമേ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കണക്കാപ്പള്ളി ഒരു 4-5 വർഷം അവിടെ പ്രവർത്തിക്കുകയും പിന്നീട് എനിക്ക് രോഗികളോട് കൂടെ കൂടുതലായിരിക്കാനും അവരോട് ശുശ്രൂഷ ചെയ്യാനും ആഗ്രഹം ഉണ്ടായിരുന്നു. പിതാവിനോട് പറഞ്ഞു. ഞാൻ ആകാശപർവ്വങ്ങൾ അവരുടെ കൂട്ടത്തിലേക്ക് പോയി. അവിടെ ഒരു 6 മാസം ഞാനുണ്ടായി. എന്നാൽ പിതാവ് അവിടെ വന്നു എന്നോട് പറഞ്ഞു, അച്ഛനെ രോഗികളെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ രൂപതയിൽ തന്നെ നമുക്ക് ആശ്രമമുണ്ട്. അച്ഛൻ വന്ന് അവിടെ ശുശ്രൂഷ ചെയ്യാമെന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ പിതാവിനെ സമ്മതിക്കുകയും അങ്ങനെ പിതാവ് എനിക്ക് ഏൽപ്പിച്ച ചാപ്ലിനായി ഇവിടെ ഈ മുതലപ്പാറം എനിക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മുതലപ്പാറയിൽ ഇങ്ങനെ രോഗികളോട് കൂടെയും പിന്നെ രോഗികൾക്ക് കുറച്ച് ഈ കൃഷി കാര്യങ്ങൾ അവർക്ക് സഹായമായി പച്ചക്കറി അതെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഇവിടെ എനിക്കറിയാവുന്നത് അച്ഛനൊരു 2005 മുതൽ 2005 ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ വർഗീസ് ചക്കാരക്കൽ പിതാവ് ഒരു ചാപ്ലൈനായിട്ട് ഞങ്ങളുടെ ഈ സെൻറ്ററിലേക്ക് അച്ഛനെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട വൈദികനാണ്, ഒരു വിശുദ്ധനായ വൈദികനാണ്. നമ്മളിവിടെ താമസിച്ചിരുന്ന അവസരത്തിൽ നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ഛൻ ബെഡിൻ്റെ പുറത്ത് മെറ്റിൽ നിരത്തി അതിൻ്റെ പുറത്തൊരു പുൽപ്പാ വിരിച്ചാണ് കിടന്നത്. അത്രമാത്രം സഹനങ്ങളോട് ചേർന്ന് സഹിച്ചതിൻ്റെ പ്രാർത്ഥനയും അധ്വാനങ്ങളും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച ഒരു വൈദികനാണ്. മുതലപ്പാറ എന്ന് പറയുമ്പോൾ വളരെയേറെ പാറ തന്നെയാണ്. ഈ ചെങ്കല്ലായ പാറയായിരുന്നു. അച്ഛനത് വളരെ ക്ഷമയോടെ ശാന്തതയോടെ പ്രാർത്ഥനയോടുകൂടി ഈ പാറക്കെട്ടുകളെല്ലാം രാവിലെ ഒരു തൂമ്പായും ഒരു പിക്കാസും ഒക്കെ ആയിട്ട് അച്ഛൻ ഇറങ്ങും. എന്നിട്ട് അച്ഛന് ഞങ്ങളുടെ ഇവിടുത്തെ ഇൻവേഴ്സിൻ്റെ മക്കളോടൊപ്പം കൂട്ടുകൂടി അവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറമ്പിൽ ഈ പാറകളെല്ലാം പൊട്ടിച്ച് അവിടെ എല്ലാം കൃഷിയിടങ്ങളാക്കി. കണ്ണൂർ മുതലപ്പാറയിലെ സെന്റ് ജോസഫ് ഡിസേബിൾഡ് സെന്ററിലെയും ഹോളി മൗണ്ടിലെയും സേവനത്തിന് ശേഷം ഇപ്പോൾ കണ്ണൂർ ബിഷപ്സ് ഹൗസിൽ വിശ്രമജീവിതം നയിക്കുകയാണ് ഫാദർ ലോബോ. അവിടെയും അച്ഛൻ കൃഷിയിടത്തിൽ സജീവമാണ്. അങ്ങനെ ഇവിടെ ഈ മുതലപ്പാറ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പാറായിരുന്നു.
അപ്പോൾ എവിടെ നോക്കിയാലും വെറും പാറം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ കരുതി നമുക്ക് ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ നികത്തി ഇവിടെ കുറച്ച് പച്ചക്കറി മറ്റെല്ലാം ചെയ്യാം എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാൻ ഇവിടെ അടുത്ത ഇടവകയിൽ നിന്നും അവിടെ കുറേ സ്ഥലമുണ്ട്, കുറേ മണ്ണ് അവിടെ ഉണ്ടായി. അവിടെ വികാരിയച്ചനോട് പറയുകയും JCBയും പിന്നെ ലോറി കൊണ്ട് ഇവിടെ കുറേ മണ്ണ് നികത്തി ഇവിടെ പച്ചക്കറിയും അതുപോലെ നെല്ല് കൃഷി എല്ലാം ഞാൻ തുടങ്ങി. അത് കുറേ സക്സസ് ആയി അന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ സാമ്പത്തിക ഇത് ഇല്ലായിരുന്നു കൊണ്ട് ഇനി ഒരു ഫ്രണ്ട് ജോൺ കാസ്റ്റലീനോ എന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കുവൈറ്റിൽ. അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരികയും ഇതെല്ലാം കണ്ട് അയാൾ എനിക്ക് ഈ കൃഷിപ്പണിക്ക് വേണ്ടി കുറേ സഹായം ചെയ്യുകയും അങ്ങനെ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടാണ് ആ മണ്ണ് ഇറക്കുകയും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുകയും അങ്ങനെ ഞാനിവിടെ തുടങ്ങി. എന്നാൽ അതിന് ശേഷം ഞാൻ ഒരു 4-5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നത് എല്ലാം ഇവിടെ ചെയ്തു. ഇവിടെ കുറേ പാറം കുറേ കല്ലുകളുണ്ടായിരുന്നു. ആ കല്ലുകളെല്ലാം ഞാൻ നിരത്ത് പാകി. പിന്നെ വേസ്റ്റ് വെള്ളം എല്ലാം അങ്ങോട്ട് എവിടെയുള്ള ആവശ്യം അങ്ങോട്ട് വരുന്ന രീതിയിൽ ചെയ്ത് അതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ടാണ് ഈ കൃഷിപ്പണി ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയ ശേഷം ഇവിടുത്തെ സിസ്റ്റേഴ്സ്മാരാണ് ഇത് ഞാൻ ചെയ്ത പണി വളരെ ശക്തമായി അത് തുടരുകയും അത് ഇന്ന് ഈ ഒരു വലിയ ഒരു ത്തിലേക്ക് വരികയും ഇന്ന് ഇവിടെ എവിടെയൊക്കെ നോക്കുവാണെങ്കിലും എല്ലാ രീതിയ മരങ്ങളും അതുപോലെ പച്ചക്കറിയും കപ്പ മറ്റുള്ള എല്ലാ തരത ഈ കൃഷി ഇവിടെ ഉള്ളത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും ഉത്സാഹം തോന്നുന്നു. എല്ലാ വർഷവും നെൽകൃഷി ചെയ്യുമായിരുന്നു. നെൽകൃഷിയിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ മെയ് മാസത്തോടു കൂടി പച്ചക്കറികൾ നടും. പച്ചക്കറി ആവശ്യം പോലെ ഇവിടുത്തെ ഇൻവേഴ്സിന് പിന്നെ ഉപയോഗിക്കാൻ തരത്തിലുള്ള ഇഷ്ടം പോലെ പലതരത്തിലുള്ള പച്ചക്കറികൾ, മത്തൻ, വെണ്ട, വെള്ളരി, കുമ്പളം, അങ്ങനെ കപ്പ കൃഷി, അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ, വിവിധങ്ങളായ കൃഷികൾ നടത്തി ഇവിടുത്തെ ആൾക്കാർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അച്ഛന് നല്ല രീതിയിൽ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ കൂട്ടിപ്പിടിച്ച് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള മക്കൾ മാനസിക രോഗികളുണ്ട്, MR ആയിട്ട് കുട്ടികളുണ്ട്, അങ്ങനെ പല ഓൾഡേജ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർക്ക് അവർക്കും ഒരു സന്തോഷം. അവർ അച്ഛനോട് കൂടി പച്ചക്കറികൾ നടുമ്പോഴും നെല്ല് കാണുമ്പോഴൊക്കെ അവർക്കൊരു സന്തോഷം. ഇത്രയും വിളകൾ ഞങ്ങളോട് അച്ഛൻ്റെ കൂടെ അധ്വാനിച്ച് ഇത്രയും വിളകൾ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ എന്ന് പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷവും അഭിമാനവുമാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അച്ഛൻ വരുമ്പോൾ ഇവിടെ മൊത്തം പാറയായിരുന്നു. പാറയും കല്ലും ഒന്നും ചെയ്യാൻ പറ്റില്ല, മൊത്തം കല്ലായിരുന്നു. അച്ഛനത് കല്ലെല്ലാം മാന്തി മുകളിലെടുത്തിട്ട് പിന്നെ കല്ലെല്ലാം എടുത്ത് മണ്ണ് മാന്തിയിട്ട് പിന്നെ കല്ലെല്ലാം കുഴിക്കകത്തിട്ടിടും. ഇട്ടിട്ട് പിന്നെ അതിക്ക് മുകളിൽ മണ്ണിട്ടു. പിന്നെ അവിടെ നിന്ന് പുല്ല് നടലോ ചെടി നടലോ പച്ചക്കറി നടലോ അതുകൊണ്ട് നല്ല പച്ചയായി ഇവിടെ. അച്ഛനോടൊപ്പം ഞങ്ങളും കുറേ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ അച്ഛൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. പിന്നെ അച്ഛനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെയായാലും അച്ഛൻ ഈ പറമ്പിൽ ഓരോ സമയം പണി ചെയ്യുമ്പോഴും അച്ഛൻ്റെ വിശ്രമ സമയം അച്ഛൻ ചെലവഴിക്കുന്ന ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. പിന്നെ നെൽകൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ബോയ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾക്കന്ന് ബോയ്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ രാത്രിയിൽ ഇവിടെ ആരോ വരുന്നുണ്ട്, രാത്രിയിൽ ഒരു 3 മണിക്ക് 2 മണിക്കൊക്കെ ആരോ ഇതിനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെന്താണ്? അപ്പോൾ അച്ഛൻ അന്നേരം എന്നോട് പറയുകയാണ്, നെല്ലിന് കതിര് വന്നില്ല, അതുകൊണ്ട് ഞാൻ വെഞ്ചിരിച്ചുകൊണ്ട്
നെൽപ്പാടത്തിൽ കൂടി അച്ഛൻ ഈ പാതിരാത്രിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും, കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഈ സമയം കിട്ടുമ്പോഴെല്ലാം രോഗികളുടെ അടുത്ത് പോയി അവരോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങളെല്ലാം കേട്ട് അവർക്ക് വേണ്ട ആശ്വാസവും അതുപോലെ വേണ്ട സഹായങ്ങളെല്ലാം അച്ഛൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ സിസ്റ്റേഴ്സിനായാലും ഒരു നിമിഷം പോലും കൂടി അച്ഛൻ വെറുതെ സമയം പാഴാക്കി കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു മാതൃകയായിരുന്നു. ഇത്രയും പ്രായമായ ഒരു വൈദികൻ എന്തിനാണ് ഇതുപോലെ ഈ കഷ്ടപ്പെടുന്നത്? പാറയൊക്കെ ആണെങ്കിൽ പിന്നെ കമ്പിയും കൂടവും പിക്കാസെല്ലാം കൊണ്ടുവന്ന് കുത്തി പൊളിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് അത് വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഓടോ ഇപ്പോഴത്തെ ആധുനിക രീതിയിലൊക്കെയാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനൊരു എൻജിനീയറിങ്ങിനെ പോലെയായിരുന്നു. പ്ലംബിങ്, പിന്നെ കെട്ടുപണി, കിണർ കുത്ത്, എല്ലാ പണിയും അച്ഛനറിയാം. അച്ഛനറിയാത്ത പണികളൊന്നുമില്ല. കൃഷിയോട് താല്പര്യം എൻ്റെ അപ്പനും കൃഷിക്കാരനാണ്. അതുകൊണ്ട് ഞാനും കൃഷി ആദ്യം മുതലേ വീട്ടിലാകട്ടെ, അതിനുശേഷം സെമിനേറിയിൽ ഉന്നപ്പോളാകട്ടെ, അതിനുശേഷം വൈദികനായ ശേഷം എവിടെ പോയാലും ഞാൻ കൃഷി, കാരണം ഈ ദൈവം നമുക്ക് നൽകിയ ഈ ഭൂമി അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കിളച്ച് അതിൽ ഉത്പന്ന ചെയ്ത് നമ്മൾ ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ആകാതെ മുഴുവനും നമ്മൾ കൃഷി ചെയ്ത് അത് ഏത് രീതിയിൽ ചെയ്യണം, വെള്ളം ഇല്ലെങ്കിൽ എങ്ങനെ വെള്ളം കണ്ടുപിടിക്കുക, മണ്ണില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം വേസ്റ്റ് ആകാതെ രീതിയിൽ മുഴുവനും നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്ന് എന്തുമാത്രം നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും പ്രത്യേകമായി രോഗികൾക്ക് അവർ അധ്വാനിക്കാൻ പറ്റുന്നില്ല, അവർ മറ്റുള്ളവർ അവരെ സഹായിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഈ കൃഷി വഴി അവർക്ക് സഹായിക്കാം. അങ്ങനെയാണ് ഈ കൃഷിയിൽ കൂടുതൽ താല്പര്യം വഹിച്ച് ചെയ്യുകയായിരുന്നു. വൈദിക ശുശ്രൂഷ മാത്രമല്ല, ഇവിടെ ഈ പറമ്പിലിറങ്ങി പച്ചക്കറികൾ നടുകയും അതുപോലെ നെല്ല് വിതയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്ന ഈ പ്രദേശം, ഇന്നിപ്പോൾ ഈ കാണുന്ന പ്രദേശം ഈ രീതിയിലാക്കിയെടുക്കുവാൻ അച്ഛൻ്റെ വളരെയധികം വിയർപ്പ് ഈ മണ്ണിൽ താണിട്ടുണ്ടെന്ന് ഉള്ള യാഥാർത്ഥ്യം ആത്മാർത്ഥതയോടുകൂടി നന്ദിയോടുകൂടി ലോബോ അച്ഛനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ലോബോച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്കൊരു ആധ്യാത്മിക പിതാവ് കൂടിയായിരുന്നു. ഇവിടെ ഓരോ മക്കളെയും ഓരോ വാർഡിലും ചെന്ന് അവരെ കണ്ട് അവരോട് സ്നേഹത്തോടു കൂടി അവരോട് സംസാരിച്ച് അവരൊരു കൂട്ടുകാരനെ പോലെ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിൽ അച്ഛൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അച്ഛനാണ് കരനെല്ല് ഇവിടെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം ഒരു 10 കിൻഡലോളം നെല്ല് കിട്ടി. എല്ലാ ഐറ്റം പച്ചക്കറികളും ഞങ്ങൾക്കിവിടെ ഉണ്ട്. എൻ്റെ വയസ്സ് ഇപ്പോൾ ഈ ഫെബ്രുവരി 8-ാം തീയതി ഞാൻ 80-ാം വയസ്സിലേക്ക് കടന്നു വന്നു. ഇനി എത്ര വർഷം പ്രവർത്തിക്കാൻ, വെറുതെ എനിക്ക് ജീവിച്ച് കാര്യമില്ല. അധ്വാനിച്ച് ജീവിക്കാൻ 100 വർഷം വരെയാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല. ദൈവം ആരോഗ്യം എത്ര വരെ തരുന്നുണ്ടോ അവിടെ വരെ ഞാൻ അധ്വാനിച്ച് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം.